നെക്സ്റ്റ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം. ഇതിനെ ഗ്രാഫ് എന്ന് പറയാൻ പറ്റില്ല. എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, വാട്ട് ഈസ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഇമ്പാക്റ്റ് പാരാമീറ്റർ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുക. വാട്ട് ഈസ് ഇമ്പാക്റ്റ് പാരാമീറ്റർ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമില്ല, നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് ഇല്ലേ, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. ഇങ്ങനെ കുറേ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് എന്തുണ്ട്, ഒരു ഗോൾഡ് ഫോയിൽ ഉണ്ട്. ഇങ്ങനെ കുറേ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗോൾഡ് ഫോയിലുള്ള ഗോൾഡിൻ്റെ ന്യൂക്ലിയസ് ആണിത്, ടാർജറ്റ് ന്യൂക്ലിയസ്. ഈ ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ടാർജറ്റ് ന്യൂക്ലിയസ് ഗോൾഡിൻ്റെ ന്യൂക്ലിയസിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നിട്ട് അടുത്തെത്തുമ്പോൾ ഇതിൻ്റെ നല്ലൊരു സ്ട്രോങ് റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇത് റീബൗണ്ട് ചെയ്യും, നേരെ പോവും, 180 ഡിഗ്രി പോവും അല്ലേ, 180 ഡിഗ്രി ഡിഫ്ലക്ഷൻ. ഇതിനേക്കാൾ സ്വല്പം മുകളിലുള്ള ആൽഫ പാർട്ടിക്കിൾസോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എത്തുമ്പോഴുണ്ടല്ലോ വളരെ അടുത്തായി അല്ലേ. നോക്കിയേ, ഈ വന്നുകൊണ്ടിരിക്കുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വന്ന് 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 ഇവിടെ എത്തുന്ന സമയത്ത് ഈ ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്തിട്ട് ഇതിങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പോവും, കണ്ടില്ലേ, ഇങ്ങനെ പോവും. ശരിയല്ലേ? ഓക്കെയാണ്. അപ്പോൾ അതേപോലെ അതിന് മുകളിലുള്ള ആൽഫ പാർട്ടിക്കിൾസിന് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഇവിടെ സം ഡിസ്റ്റൻസ് അല്ലേ, നിയറസ്റ്റ് ദ ടാർജറ്റ് ന്യൂക്ലിയസ് എത്തുമ്പോൾ ഇത് റിപ്പൾസീവ് ഫോഴ്സ് വരും. അറിയാമല്ലോ, ഈ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജാണ്, ഗോൾഡ് ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് കാരണം അല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് പോണതിന് പകരം സ്വല്പം ഒന്ന് വളഞ്ഞു പോകും. കണ്ടില്ല, ഇങ്ങനെ വളഞ്ഞു പോണത്. വളരെ അകലെയുള്ളത് ഇതിന് യാതൊരു റോളൊന്നുമില്ല. വളരെ അകലെയുള്ള ആൽഫ പാർട്ടിക്കിൾസ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും. മനസ്സിലായില്ലേ? താഴോട്ട് വരുംതോറും ഈ റിപ്പൾസീവ് ഫോഴ്സ് കാരണം ചെറിയൊരു ആംഗിൾ ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടേം വരുന്നുണ്ട്, ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. എന്താണ് ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്? ഇപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്നാണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൺസിഡർ സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ. ഇത് കൺസിഡർ ചെയ്യുക. ഇത് വരുന്നത് ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് താഴെ വേറൊരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. അത് നേരെ 180 ഡിഗ്രി അറിയാമല്ലോ, 180 ഡിഗ്രി റീബൗണ്ട് ചെയ്യും നമുക്കറിയാം. ഈ ലൈനിൽ വന്നു കഴിഞ്ഞാൽ 180 ഡിഗ്രി റീബൗണ്ട് ചെയ്യും നമുക്കറിയാം അല്ലേ. എനി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ മൂവിങ് അലോങ് ദിസ് ലൈൻ വിൽ ബി ഡിഫ്ലക്റ്റഡ് 180 ഡിഗ്രി. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിള് ഈ താഴത്തെ ഈ ലൈനില്ലേ അതായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി. ഈ വരുന്ന ഈ ആൽഫ പാർട്ടിക്കിള് തീറ്റ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദാറ്റ് തീറ്റ ഡിപ്പെൻഡ്സ് ഓൺ ബി. ബീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആര്, ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ. അപ്പോൾ എന്താണ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഉണ്ട് ഇല്ലേ, ആൽഫ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഉണ്ട്. ടാർജറ്റ് ന്യൂക്ലിയസ് 180 ഡിഗ്രി റീബൗണ്ട് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ബി. ആ ബീനെ പറയുന്ന പേരാണ് ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെ എന്താണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ. ഈ ബി മാറുന്നതിനനുസരിച്ച് ആംഗിൾ തീറ്റയും മാറും. സോ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദിസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. അതാണ് ഉദ്ദേശിച്ചത്. The impact parameter B is the perpendicular distance of the initial velocity of the alpha particle from the center of the nucleus. ഇങ്ങനെ നമുക്ക് ഡെഫിനിഷൻ പറയാം. അതായത് ഈ ഡയഗ്രാം പ്രകാരം ഈ രണ്ട് പാരലൽ ലൈൻ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡയഗ്രാം അറിഞ്ഞിരിക്കണം.